ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് കമ്മോഡിറ്റി ട്രേഡിങ്ങിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ക്രൂഡ് ഓയിൽ ട്രേഡിംഗ്. അതിനുള്ള കാരണം അതിൻ്റെ മൂവ്മെൻറ്റ്, അത്രയും വോളറ്റൈലായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ്. ഈവൻ ഇൻട്രാഡേ മൂവ്മെൻ്റ് ആയാലും ലോങ് ടേമിലുള്ള മൂവ്മെൻ്റ് ആയാലും അത്രത്തോളം വോളറ്റൈലാണിത്. അതായത് 2014 ഏകദേശം 110 കൂടുതലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ $28 എത്തി. അത്രത്തോളം വോളറ്റൈലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇൻട്രാഡേയിലായാലും അതേപോലത്തെ മൂവ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതിൽ ഒരു ചെറിയൊരു പോൾ ഇട്ടിട്ടുണ്ട് ഞാൻ മുകളിൽ. അതൊന്ന് നിങ്ങൾ 1 മിനിറ്റ് വീഡിയോ പോസ് ചെയ്ത് ആ പോളിനൊന്ന് ആൻസർ തരിക. നിങ്ങൾ ഏത് സെഗ്മെൻറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, അതായത് ഇക്വിറ്റി, കമ്മോഡിറ്റി, കറൻസി, ഇതിനൊന്ന് ആൻസർ ഇതിൽ തരിക. ഓക്കെ, ക്രൂഡ് ഓയിൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണിത്. അതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും, ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡ് ഓയിലിനെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടുകൾ. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ക്രൂഡ് ഓയിലിൻ്റെ ലോങ് ടേം ചാർട്ടാണ് ഇതിൽ. ക്രൂഡിൻ്റെ വോളറ്റിലിറ്റി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ശരിക്കും. അതായത് ഒരു 2009-8 സമയത്തുള്ള ഒരു മുകളിലേക്ക് ഏകദേശം 140 പോയിട്ട് പിന്നീട് ഒരു ഒറ്റ ഫാളായിരുന്നു താഴോട്ടേക്ക്. ഏകദേശം 30 വന്നു. പിന്നീട് വീണ്ടും അത് മുകളിൽ പോയി. പിന്നെയും 2015-16 സമയത്ത് നല്ലൊരു ക്രാഷ് ഉണ്ടായി. അപ്പോൾ അത്രത്തോളം വോളറ്റൈലാണ് ലോങ് ടേമിൽ. ഇത് ഈവൻ ഇൻട്രാഡേയിൽ നോക്കിയാൽ പോലും ഇതേപോലത്തെയുള്ള മൂവ്മെൻറ്റാണ്. ഒരു ക്യാൻഡിൽ തന്നെ ഒരു 100 പോയിൻ്റെല്ലാം നമുക്ക് മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇൻട്രാഡേക്ക് ട്രേഡ് ചെയ്യാനായാലും ഏതിനായാലും നല്ലൊരു മൂവ്മെൻറ്റ്, വോളറ്റൈലായിട്ടുള്ളൊരു സെഗ്മെൻറ്റ് തന്നെയാണ് ക്രൂഡ് ഓയിൽ. അതുകൊണ്ടാണ് ട്രേഡേഴ്സിന് ഇത് ഇഷ്ടവും. ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം. ഏത് സംഭവമായാലും അതിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് മൂവ് ആവുന്നത്. ഏത് സെക്യൂരിറ്റി ആയാലും അതിനിപ്പോൾ നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവാം. നമുക്ക് മെയിനായിട്ടൊന്നും അറിയാൻ പറ്റുന്നത് ഇതിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ക്രൂഡിൻ്റെ കാര്യത്തിൽ അറിയാൻ പറ്റുന്നത് എല്ലാ ബുധനാഴ്ചയും മറ്റേ ഡാറ്റ വരുന്നുണ്ട്, ക്രൂഡിൻ്റെ ഇൻവെൻട്രി ഡാറ്റ. അതിലറിയാൻ പറ്റും എത്രത്തോളം പ്രൊഡക്ഷൻ നടന്നു, എത്രത്തോളം, അതായത് എക്സ്പെക്റ്റഡ് എത്രയായിരുന്നു, അതിനനുസരിച്ചുള്ള വ്യത്യാസം. അതനുസരിച്ചിട്ട് നമുക്കൊന്ന് അറിയാൻ പറ്റും. പിന്നെ പലപ്പോഴും ഈ ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പലരും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് സപ്ലൈ കൂടുമ്പോൾ സപ്ലൈ കുറച്ചിട്ട് കൺട്രോൾ ചെയ്യും റേറ്റിനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ആയിരിക്കും. കാരണം അവർക്കാണ് ഇതിൻ്റെ ആവശ്യം. 2 ടൈപ്പ് ആയിട്ടുള്ള തിരിക്കുക ആൾക്കാരെ, കൺട്രീസിന്. ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്, ഓയിൽ ഇമ്പോർട്ടിങ് കൺട്രീസ്. ഇന്ത്യയുടെ കാര്യത്തിലെല്ലാം പറഞ്ഞാൽ ഇന്ത്യ ഓയിൽ ഇമ്പോർട്ടിങ് കൺട്രിയാണ്. ഇന്ത്യ നല്ല രീതിയിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ഗൾഫ് കൺട്രീസ് ഉണ്ട്, പിന്നെ വെനസ്വേല, റഷ്യ, അങ്ങനെയുള്ള കൺട്രീസ്, US, ഇതെല്ലാം ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസാണ്. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, US ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനി ഓയിൽ പ്രൊഡ്യൂസിങ് കമ്പനീസ് അല്ല, അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓയിൽ പ്രൊഡ്യൂസിങ് കമ്പനി 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് മെയിനായിട്ട്, ഒപ്പക്കും നോൺ ഒപ്പക്കും. ഇതിൽ ഒപ്പക്കിൻ്റെ മാർക്കറ്റ് ഷെയർ പറഞ്ഞാൽ ഏകദേശം 79.4 ആണ് വേൾഡിലുള്ള മൊത്തം പ്രൊഡക്ഷൻ്റെ. നോൺ ഒപ്പക് കൺട്രീസിൻ്റെ ചെറിയ ഷെയറേ ഉള്ളൂ, അതായത് 20.6 ഇത്ര പെർസെൻറ്റേജോളം മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇതിലാണ് ഒപ്പക് കൺട്രീസ് പല രാജ്യങ്ങളിലും ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ്റെ എമൗണ്ടിലും വ്യത്യാസമുണ്ട്, അവരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റിലും വ്യത്യാസമുണ്ട്. അവരെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒന്ന് ടെക്നോളജി കോസ്റ്റാണ്. അവർ ചില കൺട്രീസിന് നല്ല ടെക്നോളജി ഉണ്ടെങ്കിൽ ചെറിയ റേറ്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ അവൈലബിലിറ്റി, മറ്റു പല കാര്യങ്ങളും, ഇപ്പോൾ ജിയോളജിക്കൽ കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചില കൺട്രീസിന് ചെറിയ റേറ്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില കൺട്രീസിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് കോസ്റ്റ് പറഞ്ഞാൽ നല്ല ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൺട്രീസ്, അപ്പോൾ ആ ഒരു പോയിൻറ്റിന്, അതിനെ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് അറിയാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ സപ്പോർട്ടായി എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ മോർ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴെ എൻ്റെ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക്, ഫയർസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക്, നമ്മുടെ ടെലഗ്രാം ചാനൽ, FB, മൊബൈൽ നമ്പർ, മറ്റു പല പ്ലേലിസ്റ്റുകൾ, ഞാൻ മുമ്പത്തെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റുകളും താഴെ കാണാൻ പറ്റും. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി ആ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറഞ്ഞ റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഇവർക്കത് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ക്രൂഡിന് $50 ഇപ്പോൾ ഉള്ള റേറ്റെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പറയുന്നത് $60 വരുന്നുള്ളതെങ്കിൽ, ബ്രേക്ക് ഈവൻ പോയിൻറ്റ് $60 വരുന്നുള്ളതെങ്കിൽ അവർക്കത് ലോസാണ് പ്രൊഡക്ഷന്. അപ്പോൾ അതാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. എത്രത്തോളം ഏത് ലെവലിലെത്തിയാൽ അവർക്ക് പ്രോഫിറ്റബിൾ ആവും, ആ പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് പറയുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് എത്ര അധികം താണാലും അത്യാവശ്യം പ്രോഫിറ്റിൽ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പോഴും അവർ പ്രോഫിറ്റബിൾ തന്നെ ആയിരിക്കും $50. പക്ഷേ വെനസ്വേല പോലുള്ള ഒരു കൺട്രീസിന്
ഇത് അവരെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ ഹൈ ആണ്, ബ്രേക്ക് ഈവൻ പോയിൻറ്റ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് നല്ല രീതിയിൽ ഇടിഞ്ഞാൽ അവർക്ക് അത് അവരെ എക്കണോമിനെ തന്നെ ബാധിക്കും. കാരണം അവർക്ക് പ്രോഫിറ്റബിളായിട്ട് ഇത് സെല് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് പറയുന്നത് ഇവരെ ടെക്നോളജി അവൈലബിലിറ്റി ഇതെല്ലാം അനുസരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ മാർക്കറ്റ് ഇതിൻ്റെ സെല്ലിംഗ് കോസ്റ്റ് പറയുന്നത് തീരുമാനിക്കുന്ന മാർക്കറ്റാണ്, വേൾഡ് മാർക്കറ്റാണ് ക്രൂഡ് ഓയിലിൻ്റെ. അപ്പോൾ അത് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് തോന്നിയ റേറ്റിന് സെല് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഗ്ലോബൽ മാർക്കറ്റാണ്, ഗ്ലോബലി സോൾഡ് കമ്മോഡിറ്റിയാണ്. അപ്പോൾ ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും ചെറിയ റേറ്റിൽ ലോസിൽ സെല് ചെയ്യേണ്ടി വരും ഇത് അങ്ങനെയെങ്കിൽ. അപ്പോൾ അത് ഇവരെ എക്കണോമി തന്നെ, ഈ ഓയിൽ പ്രൊഡ്യൂസിങ് കമ്പനീസിൻ്റെ എക്കണോമി തന്നെ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓയിൽ പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന കാശ് അല്ലെങ്കിൽ ഇത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത് ഇവരെ എക്കണോമിനെ തന്നെ ബാധിക്കും, ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുള്ള ഫോള്. ഓക്കെ, ഇനി ഈ ക്രൂഡിൻ്റെ റേറ്റ് ഇപ്പോൾ ഇടിയാനുള്ളതല്ല, കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇടിയാനുണ്ടായ ഒരു കാരണം, അതായത് 2016 ഇടിയാനുണ്ടായ മെയിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, പല കാരണങ്ങളിൽ ഒന്ന് ഷെയിൽ ഗ്യാസിൻ്റെ ഇതാണ്, പ്രൊഡക്ഷൻ കൂടിയതാണ്. അതായത് US ഷെയിൽ ഗ്യാസ് അത് ക്രൂഡിൻ്റെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മൾ റിലയൻസെല്ലാം പോയിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ആ സമയത്ത് ക്രൂഡിന് നല്ല റേറ്റ് $100 മുകളിൽ പോയപ്പോൾ ഷെയിൽ ഗ്യാസിന് റേറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഇത് ആൾട്ടർനേറ്റീവ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്രൂഡിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞു മുമ്പിൽ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടാണ് ക്രൂഡിൻ്റെ റേറ്റ് ഏതായാലും ഏത് സെക്യൂരിറ്റിൻ്റെ ആയാലും റേറ്റ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഷെയിൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ യൂസേജ് കൂടുന്നതിന് അനുസരിച്ച് ക്രൂഡിൻ്റെ റേറ്റ് കുറയും. പക്ഷേ ഇപ്പോൾ അതൊരു ഷെയിൽ ഗ്യാസ് അത്ര പോപ്പുലർ അല്ല. അതിന് കാരണം ക്രൂഡിൻ്റെ റേറ്റ് ഇപ്പോൾ കുറഞ്ഞു. കൂടാതെ ഷെയിൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അത്ര ഒരു ഫീസിബിൾ അല്ല. അതായത് റേറ്റ് അതിനേക്കാൾ കൂടുതലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളും. കാരണം ഷെയിൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനും യൂസേജും അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ക്രൂഡിൻ്റെ റേറ്റ് ഫോളോ ചെയ്യാൻ 2016 ഷെയിൽ ഗ്യാസ് ഒരു കാരണമായിരുന്നു. പിന്നെ നിങ്ങൾ ക്രൂഡിൻ്റെ പ്രൈസിൻ്റെ കേസിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒന്നാണ് പ്രൈസ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് OPEC എന്നുള്ള ഞാൻ മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് OPEC കൺട്രീസ്, ഓയിൽ പ്രൊഡ്യൂസിങ് കമ്പനീസിലെ ഒരു ഗ്രൂപ്പ്. അവരാണ് മെയിൻ 75% കൂടുതലും വേൾഡ് ക്രൂഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസ്. അപ്പോൾ ഈ ക്രൂഡിൻ്റെ റേറ്റ് ഇവർ ഫോളോ ചെയ്യുന്ന സമയത്ത് എന്താകുമെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കുറക്കും. അങ്ങനെ സപ്ലൈയിലുള്ള കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രൈസ് കൂടും. അങ്ങനെ പലപ്പോഴും അവർ കൺട്രോൾ ചെയ്യാറുണ്ട്. പക്ഷേ 2016 ഒരു പ്രൈസ് ഫോളിൻ്റെ സമയത്ത് പക്ഷേ ഇവർക്ക് ഒറ്റക്കല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആകുമ്പോൾ എല്ലാവരും കൺസെൻസസ് ഒന്നിച്ച് തീരുമാനം എടുത്താലേ ഇവർക്ക് ഇത് തീരുമാനം നടപ്പാക്കാൻ സാധിക്കും. പക്ഷേ 2016 ഫോളിൽ ഇവർക്ക് ഒന്നിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർക്കൊരു ഒത്തൊരുമ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ക്രൂഡ് പ്രൈസിനെ അവർക്ക് സപ്ലൈ നിയന്ത്രിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പല സമയത്തും ഇവർ സപ്ലൈനെ കൺട്രോൾ ചെയ്തിട്ട് ക്രൂഡിൻ്റെ പ്രൈസ് നിയന്ത്രിക്കാറുണ്ട്. പക്ഷേ സപ്ലൈ കൂട്ടിയിട്ട് ഇവർ നിയന്ത്രിക്കാറുണ്ട്. ചില സമയത്ത് ക്രൂഡിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കൂടിപ്പോകുന്ന സമയത്ത് ഇവർ സപ്ലൈ കൂട്ടിയിട്ട് ആ ക്രൂഡിൻ്റെ പ്രൈസ് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ 2016 വീഴാനുണ്ടായ ഒരു കാരണം, 2016 ശേഷം വീഴാനുണ്ടായ ഒരു കാരണം ചൈനയിലുള്ള സ്ലോ ഡൗൺ ആണ്. ചൈന എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിലൊന്നാണ്. അപ്പോൾ അവിടെയുള്ള ഒരു സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ അവർ ഇൻഡസ്ട്രിയിലും മറ്റ് പല കാര്യങ്ങളിലും ഉണ്ടായ സ്ലോ ഡൗൺ അവിടുത്തെ ക്രൂഡ് യൂസ് ചെയ്യുന്നതിന് കുറച്ചു. അപ്പോൾ ക്രൂഡിൻ്റെ ഉപയോഗം കുറയുന്നതനുസരിച്ച് അടുത്ത ഇമ്പോർട്ട് കുറഞ്ഞു. അങ്ങനെ ക്രൂഡിൻ്റെ പ്രൈസിന് കാരണമായി. പിന്നെ ക്രൂഡിൻ്റെ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു കാരണമാണ് വാറുകളും സാങ്ഷൻസും, അതായത് ഉപരോധങ്ങൾ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ക്രൂഡിൻ്റെ വിലയിൽ സാരമായിട്ട് ബാധിക്കാറുണ്ട്. കാരണം ക്രൂഡ് പ്രൊഡ്യൂസിങ് കൺട്രീസിൽ പ്രധാനപ്പെട്ട OPEC കൺട്രീസ് അധികം വരുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇപ്പോൾ ഇറാനുണ്ടായ ഉപരോധം ക്രൂഡിൻ്റെ റേറ്റ് നല്ല രീതിയിൽ ഉയരാൻ കാരണമാകുന്ന പലരും ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ നിയന്ത്രിച്ചു അമേരിക്ക പല രീതിയിലും. കാരണം OPEC കൺട്രീസ് പ്രൊഡക്ഷൻ കൂട്ടിയിട്ടും മറ്റു രീതിയിലും അത് നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ പലപ്പോഴും ഇത് ക്രൂഡിൻ്റെ റേറ്റ് കൂടുന്നതിന് കാരണമാകാറുണ്ട്. ഇറാഖിലുണ്ടായ വാറ്, പിന്നെ ഉപരോധങ്ങൾ, അതായത് മെയിനായിട്ട് ഈ ക്രൂഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസിലുള്ള ഉപരോധങ്ങൾ, ഇത് ക്രൂഡിൻ്റെ വില കൂടാൻ കാരണമാകും. ഓക്കെ, കമ്മോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ബേസിക്കിനെ കുറിച്ചുള്ള ഞാനൊരു മുമ്പത്തെ വീഡിയോ ഞാൻ എൻ്റെ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇനി ക്രൂഡും ഡോളറും തമ്മിലുള്ള ബന്ധം, ക്രൂഡും ഡോളറും എപ്പോഴും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അതിന് കാരണം അമേരിക്ക ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രൂഡ്. അപ്പോൾ ക്രൂഡിൻ്റെ റേറ്റിൽ ഉണ്ടാകുന്ന
അമേരിക്ക US ഡോളറിനെ വീക്കം ചെയ്യും, വീക്കാക്കും. അങ്ങനെ അതായത് ക്രൂഡിൻ്റെ റേറ്റ് കൂടുമ്പോൾ US ഡോളറിൻ്റെ റേറ്റ് കുറയും മിക്കവാറും. ആ രീതിയിലാണ് ഇതുവരെയുള്ള മൂവ്മെൻറ്റ്. ആ രീതിയിൽ തന്നെയാണ്. അതായത് നേരെ ഓപ്പോസിറ്റും സംഭവിക്കാം. ക്രൂഡിൻ്റെ റേറ്റ് കുറയുമ്പോൾ US ഡോളർ സ്ട്രോങ് ആവും. അങ്ങനെയുള്ള ഇതൊരു ഗ്രാഫാണ് US ഡോളറും ക്രൂഡും തമ്മിലുള്ള റിലേഷൻ്റെ ഒരു ഗ്രാഫ്. അതിൽ നമുക്ക് കാണാൻ പറ്റും ക്രൂഡിൻ്റെ റേറ്റ് കൂടുമ്പോൾ ഡോളറിൻ്റെ റേറ്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ആകുന്നുള്ളത്. അത് രണ്ടും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതുവരെ മൂവ് ആയിക്കൊണ്ടിരുന്നത്. അതിന് കാരണം തന്നെ അമേരിക്ക ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു കാരണമാവാം. അവരെ എക്കണോമിനെ ബാധിക്കുന്നുണ്ടാവും. അമേരിക്ക ക്രൂഡ് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. പിന്നെ ക്രൂഡിൻ്റെ റേറ്റിലുള്ള വ്യത്യാസം ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിൻ്റെ എക്കണോമിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതിന് ശരിക്കും ഒരു എക്സാമ്പിളാണ് റഷ്യയിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ്, അതായത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് അവരെ ക്രൂഡിൻ്റെ റേറ്റ് കുറഞ്ഞത് അവരെ എക്കണോമിനെ ബാധിച്ചു. അപ്പോൾ അതനുസരിച്ചിട്ട് അവരെ കറൻസി വീഴാൻ കാരണമായി. അത് കറൻസിനെ പിടിച്ചെടുത്താൻ വേണ്ടി അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റും കൂട്ടേണ്ടി. അങ്ങനെ അവരെ മൊത്തം എക്കണോമിനെ ബാധിച്ചു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് വെനസ്വേല. അവിടുത്തെ എക്കണോമിനെയും ശരിക്കും തകർക്കാൻ ഇത് കാരണമായി. കാരണം അവരുടെ ബ്രേക്ക് ഈവൻ പോയിൻറ്റും വളരെ കൂടുതലാണ് ക്രൂഡിൻ്റെ. പക്ഷേ ഇത് ക്രൂഡിൻ്റെ റേറ്റ് പറയുന്നത് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ നല്ലതാണ്. കാരണം ഇന്ത്യ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതവരുടെ നമ്മളെ ഇമ്പോർട്ട് കുറക്കും. അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ കൂടാതെ നമ്മുടെ ഇൻഫ്ലേഷനും കുറയും. ക്രൂഡ് റേറ്റ് കുറയുന്നത് ഇൻഫ്ലേഷൻ കുറക്കാൻ കാരണമാവും. അതായത് പണപ്പെരുപ്പം കുറയാൻ കാരണമാവും. അതുകൂടാതെ ഫിസിക്കൽ ഡെഫിസിറ്റിലുള്ള വ്യത്യാസം വരും നല്ല രീതിയിൽ. അപ്പോൾ ഇൻഫ്ലേഷൻ കുറയുമ്പോൾ തന്നെ അതായത് സാമ്പത്തിക രംഗം നല്ല രീതിയിലാവാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ റേറ്റ് കട്ടിനും ഒരു ചാൻസ് കിട്ടും. അങ്ങനെ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റിന് അത് നല്ലതാണ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കുറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള. പിന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഏതൊരു സെഗ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അല്ലെങ്കിൽ വെറുതെ ഒരു ട്രേഡ് ചെയ്യുന്നതിനേക്കാളും അതിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ട്രേഡിങ്ങിൽ പലപ്പോഴും ഹെൽപ്പായിരിക്കും ഇങ്ങനെയുള്ള അറിവുകൾ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഈ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ് ക്രൂഡ് ഓയിലിനെ കുറിച്ചുള്ളതും മറ്റ് കമ്മോഡിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങളും. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.